വനനിയമ ഭേദഗതിക്കെതിരെയുള്ള എതിർപ്പുകൾ രൂക്ഷമാകുന്നു. ശക്തമായ എതിർപ്പുമായി കേരള കോൺഗ്രസ് എമ്മും ക്രൈസ്തവ സഭയും. ഒറ്റപ്പെട്ട് വനം മന്ത്രി ശശീന്ദ്രൻ, പാർട്ടി നേതൃത്വവും കൈവിട്ടു. കർഷകരെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന വനനിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധം നാൾക്കുനാൾ ശക്തമാകുമ്പോൾ സമനില തെറ്റിയ പോലെയാണ് വനം മന്ത്രി ശശീന്ദ്രൻ. ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും നിയമ ഭേദഗതിയിലുള്ള പാർട്ടിയുടെ ശക്തമായ എതിർപ്പും സാധാരണ ജനങ്ങളുടെ ആശങ്കയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിക്കുകയും ചെയ്തു. പിണറായിയുടെ നിലപാട് ജോസ് കെ മാണിക്ക് അനുകൂലമാണെന്നറിഞ്ഞതോടെ കേരള കോൺഗ്രസിനെയും ജോസ് കെ മാണി, മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർക്കെതിരെയും ആരോപണങ്ങൾ ഉയർത്തി പ്രതിരോധിക്കാനാണ് ശശീന്ദ്രൻ തുനിഞ്ഞത്. ഭേദഗതിയെ എതിർക്കുന്ന സഭകളെയും രൂക്ഷമായി വിമർശിക്കാൻ ശശീന്ദ്രൻ മടിച്ചില്ല. ഇതിനിടയിൽ മന്ത്രി ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്തെത്തി. മതമേലധ്യക്ഷന്മാരിൽ നിന്ന് കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നു എന്ന വനം മന്ത്രിയുടെ പ്രസ്താവനയെയും ബിഷപ്പ് വിമർശിച്ചു. പക്വതയില്ലാതെ പെരുമാറുന്നത് ആരാണ്? ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളാണോ എന്നും ബിഷപ്പ് ചോദിച്ചു. ഈ നിയമം നിയമസഭയിൽ പാസ്സാകുമെന്ന് കരുതുന്നില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. വനനിയമത്തിന്റെ സെക്ഷൻ 27, 62 വകുപ്പുകൾ പ്രകാരം വനത്തിനുള്ളിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ 1000 രൂപ വരെയായിരുന്നു വനം വകുപ്പിന് ചുമത്താവുന്ന പിഴ. ഇത്തരം കാര്യങ്ങളിൽ വനം വകുപ്പ് പലപ്പോഴും പിഴ ചുമത്തിയിരുന്നില്ല. പുതിയ നിയമം വരുന്നതോടെ പിഴ 25,000 രൂപയായി ഉയരും. വനത്തിലൂടെ സഞ്ചരിക്കുന്നതിനും വനാതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിക്കുന്നതിനും മീൻ പിടിക്കുന്നതിനും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതിനും വലിയ പിഴ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളായി മാറും. വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും പുതിയ നിയമം വനം വകുപ്പിന് നൽകുന്നുണ്ട്. വനനിയമ ഭേദഗതി സംബന്ധിച്ച് നവംബർ 1 ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നു. ബില്ലിന് മന്ത്രിസഭ അംഗീകാരവും നൽകിയിരുന്നു. ജനുവരിയിൽ ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. ഭരണമുന്നണിയിൽ നിന്ന് തന്നെ രൂക്ഷമായ എതിർപ്പുയരുന്ന സാഹചര്യത്തിൽ ഈ ജനവിരുദ്ധ ഭേദഗതികൾ നടപ്പിലാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ള സാധാരണ ജനങ്ങൾ.